ഓക്കെ, കട്ട് സെറ്റ്സ് കഴിഞ്ഞു. ഇനി ടൈ സെറ്റ്സ് ആണ്. അപ്പോൾ അതേ സിസ്റ്റം തന്നെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം കട്ട് സെറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞായിരുന്നു, സിസ്റ്റം കട്ടാവാൻ നമുക്ക് മിനിമം ആവശ്യമുള്ള എല്ലാ കോമ്പിനേഷൻസുമാണ്. ടൈ സെറ്റ് എന്ന് പറഞ്ഞാൽ സിസ്റ്റം വർക്കാവണം എന്ന് ഗ്യാരണ്ടി വേണമെങ്കിൽ ഏതൊക്കെ കോമ്പിനേഷൻസ് വേണം എന്ന് പറഞ്ഞാൽ മിനിമം നമ്പർ ഓഫ് കോമ്പണൻസ് അത് നമുക്ക് എഴുതി നോക്കാം. എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് ടൈ സെറ്റ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ഒറ്റ നോട്ടത്തിൽ കാണാൻ പറ്റുന്ന ടൈ സെറ്റാണ് 6 മാത്രം ഒരു ടൈ സെറ്റാണ്. കാരണം 6 മാത്രം വർക്ക് ചെയ്താൽ മതി. ഇവിടെ വേറെ ഒന്നും വർക്ക് ചെയ്യില്ലെങ്കിലും സിസ്റ്റം വർക്ക് ചെയ്യും. അതേപോലെ തന്നെ 5 മാത്രം വർക്ക് ചെയ്താലും മതി, വേറെ ഒന്നും വർക്ക് ചെയ്യണ്ട. ബാക്കി എല്ലാം അടിച്ചു പോയാലും 5 മാത്രം വർക്ക് ചെയ്താലും സിസ്റ്റം വർക്ക് ചെയ്യും. ലെഫ്റ്റിൽ നിന്ന് തുടങ്ങി റൈറ്റിലെത്തിക്കോളും. 6 ആണെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് തുടങ്ങി റൈറ്റിലെത്തിക്കോളും. അടുത്ത ടൈ സെറ്റാണ് 1, 2, 4 വർക്ക് ചെയ്യണം. 1, 2, 4 വർക്ക് ചെയ്യണമെങ്കിൽ ബാക്കി ഏതൊക്കെ അടിച്ചു പോയാലും കുഴപ്പമില്ല, സാധനം വർക്ക് ചെയ്യുള്ളൂ. 5 അടിച്ചു പോയാലും 6 അടിച്ചു പോയാലും ഏതടിച്ചാലും 1, 2, 4 ഒരുമിച്ച് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഗ്യാരണ്ടിയാണ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അതേപോലെ അടുത്ത ടൈ സെറ്റാണ് 3, 4 വർക്ക് ചെയ്താലും മതി. ആലോചിക്കരുത് 3, 4, 5 ഒരു ടൈ സെറ്റ് ആയിക്കൂടെ എന്ന് ആലോചിക്കരുത്. അങ്ങനെ വരില്ല. കാരണം 5 മാത്രം വർക്ക് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ 3, 4 എക്സസ് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരിക്കലും ഒരു ടൈ സെറ്റ് വരില്ല. നമുക്ക് മിനിമം നമ്പർ ഓഫ് കോമ്പണൻസ് ആയിരിക്കണം. അപ്പോൾ 3, 4 ഒരു ടൈ സെറ്റാണ്, 5 വേറെ ടൈ സെറ്റാണ്. അല്ലെങ്കിൽ 1, 2, 5 ആയിക്കൂടെ എന്ന് വിചാരിക്കരുത്. കാര്യം 1, 2 കൂടെ എക്സസ് ആവും. അപ്പോൾ 5 മാത്രം ടൈ സെറ്റ്, 1, 2, 4 വേറെ ടൈ സെറ്റ്. അങ്ങനെ ഇവിടെ 4 ഡിഫറെൻറ്റ് ടൈ സെറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഈ അപ്പർ ലിമിറ്റ് റിലയബിലിറ്റി അപ്പർ ലിമിറ്റ് കണ്ടുപിടിക്കുന്നത് പറഞ്ഞാൽ അപ്പർ ലിമിറ്റ് അല്ലേ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും റിലയബിലിറ്റി ഓഫ് സിസ്റ്റം ലെസ് ദാൻ, അപ്പർ ലിമിറ്റ് ആയതുകൊണ്ട് ലെസ് ദാൻ എത്രയായിരിക്കും, R6 പ്ലസ് ഇവിടെ 1 - ഒന്നുമില്ല കേട്ടോ, R6 പ്ലസ് R5 പ്ലസ് R1, R2, R4 പ്ലസ് R3, R4 ആയിരിക്കും നമ്മുടെ സിസ്റ്റത്തിൻ്റെ റിലയബിലിറ്റിയുടെ അപ്പർ ലിമിറ്റ്. അതാണ് നമുക്ക് കിട്ടുന്ന ടൈ സെറ്റ് വാല്യൂ.